2024-25 വർഷത്തേക്കുള്ള സമ്പൂർണ്ണ ബജറ്റ് ജനപ്രിയ ബജറ്റാകും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. കാരണം സ്ത്രീകൾക്കും ദരിദ്രർക്കും കർഷകർക്കും യുവാക്കൾക്കും ക്ഷേമത്തിനുതകുന്ന നിരവധി പ്രഖ്യാപനങ്ങളും പദ്ധതികളൊക്കെയാണ് ബജറ്റിലുള്ളത്. ഐസൻ, ഈ ഒരു സമ്പൂർണ്ണ ബജറ്റ് സർവ്വതല സ്പർശമാണ്. പ്രത്യേകിച്ചും ദരിദ്രർക്ക്, യുവാക്കൾക്ക്, വനിതകൾക്ക്, കർഷകർക്കെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ പൊതുവിൽ എങ്ങനെ വിലയിരുത്തുന്നു ഐസൻ ഈ ബജറ്റിനെ? തീർച്ചയായും ബജറ്റിനെ വിലയിരുത്തുമ്പോൾ പ്രധാനമായും പരിഗണിക്കേണ്ടത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, നൈപുണ്യ വികസനം എന്നീ രംഗങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതിനുള്ളൊരു നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്. നമുക്കറിയാവുന്നതാണ്, ഒരാളുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ, നൈപുണ്യ വികസനം വർദ്ധിപ്പിക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനും അതുവഴി ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാകുമെന്നും ആധികാരിക പഠനങ്ങൾ തെളിയിക്കപ്പെട്ട സാമ്പത്തിക തത്വങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, ആ ഒരു ആശയത്തിലൂന്നിയാണ് ദരിദ്രരുടെയും അതുപോലെ തന്നെ യുവാക്കളുടെയും സ്ത്രീകളുടെയും അതുപോലെ തന്നെ കർഷകരുടെയും മുന്നേറ്റത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിക്കുക എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത് പ്രചരണവേളയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല സമയങ്ങളിലായി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു റിയലൈസേഷനാണ് ഇന്ന് ബജറ്റിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, പ്രധാനമന്ത്രി അധികാരമേറ്റ ഉടൻ തന്നെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു നീക്കം, ആ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തത്. ആ സംഭവ വികാസങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ സാമ്പത്തിക രംഗത്ത് കാർഷിക രംഗത്തിനുള്ള, കാർഷിക മേഖലയ്ക്കുള്ള പ്രാധാന്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു നീക്കം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്തത്. അതിൽ തന്നെ വിവിധങ്ങളായ ചില ആധുനികവൽക്കരണ നടപടികൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന വിഷയം. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ അഗ്രികൾച്ചർ, അതായത് കാർഷിക മേഖലയിലെ വൈവിധ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഡിജിറ്റലൈസ് ചെയ്യാനുള്ളൊരു നീക്കമാണ് ഉണ്ടാകുന്നത്. അതായത് ഓരോ കൃഷിയിടങ്ങളുടെയും രേഖകൾ, ഭൂരേഖകൾ മുതൽ ആ കൃഷിയിടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ രേഖകൾ വരെ, അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ വരെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുകയും അതിന് കൃത്യമായ ലഭ്യത, അതിൻ്റെ വിപണി ലഭ്യത സാധ്യമാക്കുകയും അതിൻ്റെ ആവശ്യമായ പിന്തുണ, ഏത് രീതിയിലുള്ള പിന്തുണയാണ് ഓരോ മേഖലയിലും ഓരോ കൃഷിക്കും നൽകേണ്ടത് എന്ന് സംബന്ധിച്ച് കൃത്യമായൊരു ഇൻഫോർമാറ്റിക് പ്ലാറ്റ്ഫോമിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്ന അത്യന്താധുനികമായ ഒരു സംവിധാനത്തിലേക്ക്, ആധുനിക കൃഷിരീതിയിലേക്ക് ഭാരതം മാറുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. അതായി 400 ജില്ലകളിൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ അഗ്രികൾച്ചർ എന്ന പദ്ധതി നടപ്പാക്കുമെന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകം കാർഷിക രംഗത്തെ വികസനത്തിന്റെ ഭാഗമായി. അതുകൊണ്ട് തന്നെ ഈ 10% വരെ അഗ്രി ഓഹരികളൊക്കെ കുതിച്ചു ഈ ബജറ്റ് പ്രഖ്യാപനത്തെ തുടർന്ന്. തീർച്ചയായും അഗ്രികൾച്ചർ ഓഹരി, അതായത് കാർഷിക അനുബന്ധ വ്യവസായങ്ങളിലും കാർഷിക രംഗത്തുള്ള നിക്ഷേപങ്ങളിലും തീർച്ചയായും ഓഹരി വിപണിയിലെ ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഈ കാരണം കൊണ്ട് തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കാർഷിക രംഗത്തെ ശാക്തീകരിക്കുക എന്നത്, 65% ജനത എൻഗേജ്ഡ് ആയിരിക്കുന്ന കാർഷിക രംഗത്തെ ശാക്തീകരിക്കുക എന്നത് ഭാരതത്തിൻ്റെ വികസനത്തിന് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ കാർഷിക രംഗത്തെ വികസനത്തിന് വേണ്ടിയുള്ള ഓരോ നീക്കങ്ങളും സ്വാഭാവികമായും നിക്ഷേപ രംഗത്തും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ വ്യവസായ രംഗങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി നമുക്ക് കുറെ കൂടി കാർഷിക രംഗത്തെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെയും പശ്ചാത്തല സൗകര്യ സ്ഥാപനങ്ങളുടെയും ഷെയറുകൾ കൂടി, അതായത് നമുക്കറിയാവുന്നതാണ്, കാർഷികോൽപ്പന്നങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളുടെ നികുതി, അതിൻ്റെ ഓഹരി മൂല്യം, അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഉയരാനുള്ള സാധ്യത ഇനിയും നമുക്ക് കാണാൻ സാധിക്കും. അത് ഇന്ന് തന്നെ ആ ഒരു ഓഹരി വിപണിയിലെ ആ ഒരു വിശദീകരണം നമ്മൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ പരിശോധന നടത്തുമ്പോൾ സാധ്യമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് സ്ത്രീ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുമെന്ന് ബജറ്റിലൂടെ പറയുന്നു. അതായത് തൊഴിൽ രംഗത്തെ സ്ത്രീ സാന്നിധ്യം, അതായത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും തൊഴിൽ രംഗത്തെ അനുപാതമാണ് ഒരു വലിയ പ്രശ്നമായി ദാരിദ്ര്യത്തിനും അതുപോലെ തന്നെ ഈ തൊഴിൽ ശേഷിയുടെ കാര്യക്ഷമമായ പ്രയോജനമില്ലാത്ത അവസ്ഥയിലേക്കും എത്തുന്നത്. അത് പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായാണ് സ്ത്രീ കേന്ദ്രീകൃത നൈപുണ്യ വികസനം നടപ്പാക്കുമെന്ന നയപരമായ ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി 20 ലക്ഷം യുവാക്കൾക്കും സ്ത്രീകൾക്കും നൈപുണ്യ പരിശീലനം നൽകുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഉയർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കില്ലിംഗ് ലോൺ, ഈ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി വായ്പയെടുത്ത് പഠനം നടത്തുന്നതിന് അല്ലെങ്കിൽ പരിശീലനം നേടുന്നതിനുള്ള സ്കില്ലിംഗ് ലോൺ ഉയർത്തുന്നതിനുള്ള പദ്ധതികളും ഇന്ന് ബജറ്റിൽ ബജറ്റിൽ വ്യക്തമായി പറയുന്നുണ്ട്. മാത്രമല്ല, രാജ്യത്തെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പരിശീലനത്തിന്, അതായത് ഈ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെയും അനുബന്ധമായ പരിശീലനങ്ങൾ നേടുന്നതിന് 10 ലക്ഷം രൂപ വരെ വിദ്യാർത്ഥികൾക്ക് വായ്പ നൽകുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കും. ആ വായ്പയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എത്രയാണോ മുതൽ, അതായത് പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ 3% കൂടുതൽ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മുഴുവനും അതിൻ്റെ തിരിച്ചടവ് കാലഘട്ടത്തിലും ചേർത്ത് ആ 10 ലക്ഷം രൂപയാണെങ്കിൽ അതിൻ്റെ 3% കൂടുതൽ നികുതി പലിശ ഉയരാത്ത ഒരു സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ
പശ്ചാത്തല വികസന രംഗത്തിന് 26,000 കോടി രൂപയുടെ പ്രത്യേക പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നും വളരെ കൃത്യമായി ബജറ്റിൽ പറയുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൻ്റെ വികസനം, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൻ്റെ തീരവികസനം അത് ഏറെ ഗൗരവമേറിയൊരു വിഷയമാണ്. കാരണം നമുക്കറിയാവുന്നതാണ് ആന്ധ്രാപ്രദേശ്, ഒറീസ എന്നീ ഭാഗങ്ങളിലെല്ലാം തന്നെ ബംഗാൾ ഉൾക്കടലിൻ്റെ പരിമിതികൾ, അല്ലെങ്കിൽ ആ ബംഗാൾ ഉൾക്കടലിൻ്റെ ഒരു പൊതു സ്വഭാവത്തിൻ്റെ ആഘാതമേറെ ഏൽക്കുന്നൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ വികസനത്തിന് വേണ്ടി പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇത് ആ പ്രദേശത്തിൻ്റെ ഉപയുക്തത വർദ്ധിപ്പിക്കുന്നതിന് നമുക്കറിയാവുന്നതാണ്. ആ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഉൾപ്പെടെ, അല്ലെങ്കിൽ വിശാലമായ ഒരു വ്യാവസായിക ഒരു കോറിഡോർ എന്ന് പറയുന്ന സംവിധാനത്തെ പൂർണ്ണമായും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 2.66 ലക്ഷം കോടിയുടെ ഗ്രാമീണ വികസന പദ്ധതി നടപ്പാക്കും. അതുപോലെ സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ്, അതായത് ചെറുകിട നാമമാത്ര വ്യവസായങ്ങൾക്കുള്ള പിന്തുണ വർദ്ധിപ്പിക്കുമെന്നാണ് മറ്റൊരു പ്രധാന കാര്യമായി പറയുന്നത്. ഒപ്പം തന്നെ ഒരു വിഭാഗത്തിനും നേട്ടമുണ്ടാകുമ്പോൾ മറ്റൊരു വിഭാഗത്തിന് അതുപോലെ തന്നെ നേട്ടം സംഭവിക്കുന്നു. PM ആവാസ് യോജനയിൽ പുതുതായി 3 കോടി വീടുകൾ നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം വ്യവസായ ലോകം അതിനെ നോക്കിക്കാണുന്ന സിമന്റ് കമ്പനികൾക്കും നിർമ്മാണ മേഖലയ്ക്കും അത് ഉത്തേജനം പകരും എന്നുള്ളതാണ്. തീർച്ചയായും 4 കോടി വീടുകളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ നിർമ്മിച്ചത്. 3 കോടി വീടുകൾ ഇനിയും നിർമ്മിക്കുമെന്നാണ് ഇപ്പോൾ വളരെ കൃത്യമായി പറയുന്നത്. അത് നഗര ഗ്രാമ രംഗങ്ങളിൽ, അതായത് അർബൺ PMAY അതുപോലെ തന്നെ ഗ്രാമ PMAY, ഈ 2 രംഗങ്ങളിലും കൃത്യമായി ഈ പദ്ധതി നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ ധനമന്ത്രി പറഞ്ഞത്. ഐസൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ഉണ്ട്, ഐസൺ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ബഹിരാകാശ പദ്ധതികൾക്കായി 1000 കോടി എന്ന് പറയുമ്പോൾ ഇനി കൂടുതൽ ലൈവുകളൊക്കെ ഐസൺ ചെയ്യാമെന്നുള്ളതാണ്. ഞാനത് കേട്ടപ്പോൾ അങ്ങനെയാണ് ആലോചിച്ചത്. തീർച്ചയായും ബഹിരാകാശ പദ്ധതികൾക്ക് 1000 കോടി എന്ന് പറയുന്ന പദ്ധതിയിൽ നിന്ന് തന്നെ ആ എനർജൈസ് ചെയ്യുന്നതിനുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. അതായത് ബഹിരാകാശ വികസന പദ്ധതികളുടെ ഭാഗമായി സാറ്റലൈറ്റ് കോമ്പോണന്റ് നിർമ്മാണ രംഗത്ത് 100% വിദേശ നിക്ഷേപം നൽകാമെന്ന ഒരു ഉറപ്പ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം, നയപരമായൊരു തീരുമാനം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ എടുക്കുകയും ചെയ്തിരുന്നു. ഈ കേന്ദ്ര സർക്കാർ എടുത്ത ഈ നയപരമായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ, അതായത് 1000 കോടി രൂപയുടെ പദ്ധതി വരുന്നത്. സ്വാഭാവികമായും 100% വിദേശ നിക്ഷേപം സമാന രംഗങ്ങളിൽ ഉണ്ടാവുകയും 1000 കോടി രൂപയുടെ ബഹിരാകാശ രംഗത്തുള്ള നിക്ഷേപം സ്റ്റാർട്ടപ്പുകൾക്ക് ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ബഹിരാകാശ രംഗത്ത് വൻ കുതിപ്പ് തന്നെ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയാണ് തുറന്നു കിട്ടുന്നത്. ബഹിരാകാശ രംഗത്തെ കുതിപ്പ് എന്നതിനപ്പുറം അത് സാധ്യതകളാണ്, വ്യവസായവൽക്കരണത്തിൻ്റെ സാധ്യതകളാണ്. നമുക്കറിയാവുന്നതാണ്, ബഹിരാകാശ രംഗം പ്രയോജനപ്പെടുത്താത്ത വ്യവസായങ്ങളൊന്നും തന്നെ ഭാരതത്തിലോ അല്ലെങ്കിൽ ലോകത്തിലോ ഇല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഏത് വ്യവസായ രംഗമായാലും അതിന് അനിവാര്യമാണ് ബഹിരാകാശ രംഗത്തെ വികസനം എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ബഹിരാകാശ രംഗത്തെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഓരോ തുകയും ബഹിരാകാശ രംഗത്തിന് മാത്രമല്ല, മറിച്ച് മറ്റെല്ലാ വ്യവസായങ്ങൾക്കും, അനുബന്ധ വ്യവസായങ്ങൾക്കും വൻതോതിൽ വികസനം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയാണ് തുറന്നു കിട്ടുക. മാത്രമല്ല, അത്തരത്തിലുള്ള അത്യന്താധുനിക സംവിധാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു ക്രയശേഷി, അല്ലെങ്കിൽ ആ നിർമ്മാണ ശേഷിയും അതിൻ്റെ ആ ഒരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും നിർമ്മാണ സ്ഥാപനങ്ങൾക്കും ചെറുകിട നിർമ്മാണ സ്ഥാപനങ്ങൾക്ക് പോലും ലഭ്യമാകും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, കേരളത്തിൽ തന്നെ സ്പേസിന് ഉപയോഗിക്കുന്ന റബ്ബറുകൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. സ്പേസ് ടെക്നോളജിയിൽ പ്രയോജനപ്പെടുത്തുന്ന റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളുണ്ട്. ഈ ഫാക്ടറികളെല്ലാം തന്നെ കൃത്യമായി പ്രയോജനപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ അത്യന്താധുനിക സാങ്കേതിക വിദ്യ അവിടെ കൂടി ലഭ്യമാകുന്നു. ചെറുകിട നാമമാത്ര രംഗങ്ങൾ തൊട്ട് വൻ വ്യവസായങ്ങളിൽ വരെ അത്യന്താധുനിക സാങ്കേതിക വിദ്യ, ആധുനികവൽക്കരണം നടപ്പാകുമ്പോൾ അതിൻ്റെ ഉത്പാദനക്ഷമത വർദ്ധിക്കുന്നു. കേവലം ഒരു സ്പേസ് ടെക്നോളജിയിലേക്ക് എന്തെങ്കിലും ഉൽപ്പന്നം നൽകുക എന്നതിനപ്പുറം ആ ഉൽപ്പന്നത്തിൻ്റെ അനുബന്ധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള സാധ്യത കൂടി തുറന്നു കിട്ടുമ്പോൾ വൻ വ്യവസായ സാധ്യതകളാണ് തുറന്നു കിട്ടുക. അതിനെ എനർജൈസ് ചെയ്യുന്നതിനുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണ് ഇപ്പോൾ 1000 കോടി രൂപയുടെ പദ്ധതി എന്ന രീതിയിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പ്രധാന വിഷയം, കർഷകരുടെ ആ ഒരു ക്ഷേമത്തിന്, ഉന്നമനത്തിന് ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രധാന പരിപാടികളിലൊന്നാണ് കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വാല്യൂ അഡീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. വാല്യൂ അഡീഷൻ്റെ ഭാഗമായി 100 ഭക്ഷ്യവസ്തുക്കളുടെ പരിശോധനാ ലാബുകൾ സ്ഥാപിക്കുകയും സ്റ്റോറേജ് ലാബുകൾ സ്ഥാപിക്കുകയും ചെയ്യുമെന്നാണ് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ സ്റ്റോറേജ് സെൻ്ററുകളും അതുപോലെ തന്നെ ലാബുകളും തയ്യാറാക്കുമ്പോൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള, അല്ലെങ്കിൽ ദേശീയവും അന്താരാഷ്ട്ര നിലവാരവുമുള്ള ഉൽപ്പന്നങ്ങൾ കൃത്യമായി അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് സൂക്ഷിക്കുന്നതിനും ഒരു വിദേശ വിപണി തുറന്നു നിൽക്കുന്നതിനും അതുപോലെ തന്നെ ആഭ്യന്തര വിപണി ഉറപ്പാക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വളരെ അത്യന്താപേക്ഷിതമായിരുന്നു അല്ലേ ഐസൺ? ഈ വിലക്കയറ്റമൊക്കെ പിടിച്ചു നിർത്തുന്നതിനായാലും എന്ന് വെച്ചാൽ ഈ വിളകൾ കിട്ടുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെയാണ് അത്തരത്തിൽ അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചാൽ സ്റ്റോറേജ് ഉൾപ്പെടെയുള്ളവ, അത് വളരെ നല്ലൊരു പ്രഖ്യാപനമായി നോക്കി കാണേണ്ടതുണ്ട്.
തീർച്ചയായും അത് ഏറ്റവും ആധുനികമായൊരു പ്രഖ്യാപനം തന്നെയാണ്. കാരണം നിരവധി കാലങ്ങളായി, അതായത് വർഷങ്ങളായുള്ള പഠനങ്ങളിലെല്ലാം തന്നെ തെളിയുന്ന 20 മുതൽ 30% വരെ, ചിലപ്പോൾ 30%-ലേറെ കാർഷികോൽപ്പന്നങ്ങൾ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം. അത് പല ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം ദേശീയ പാത, അതുപോലുള്ള നെറ്റ്വർക്കുകളുടെ സംവിധാനങ്ങൾ, പശ്ചാത്തല സൗകര്യ നെറ്റ്വർക്കുകളുടെ പരിമിതി തൊട്ട് സ്റ്റോറേജ് സംവിധാനങ്ങളുടെ പരിമിതി വരെ അതീവ ഗൗരവതരമായ ഈ ഒരു തിരിച്ചടിക്ക് കാരണമാകുന്നുണ്ട്. അതായത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട വസ്തുക്കളെല്ലാം തന്നെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും അത് കൃത്യമായി ലഭ്യമാക്കുന്നതിനും മറ്റല്ലെങ്കിൽ വിപണിയിൽ എത്തിക്കുന്നതിനുമുള്ളൊരു സാധ്യത പറ്റാത്ത ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു പശ്ചാത്തലം തീർച്ചയായും നേരത്തെ ഉണ്ടായിരുന്നു. ഇതിനെ പരിഹരിക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റിംഗ് ലാബുകളും അതുപോലുള്ള സംവിധാനങ്ങളും ഒരുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കർഷകർക്ക് കാർഷികോൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വരുമാനം ലഭിക്കുകയും ആ വരുമാനമെല്ലാം തന്നെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുമെന്നതാണ്. അതുപോലെ തന്നെ നിരവധിയായ ഗ്രീൻ എനർജി അല്ലെങ്കിൽ ഒരു ഹരിത പ്രോട്ടോക്കോൾ പാലിക്കുന്ന പല സംവിധാനങ്ങളും ഈ ആശയങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നഗരത്തിലെ ജലം സംസ്കരിക്കുന്നതിന്, അതായത് നഗരങ്ങളിലെ ജലം, അതായത് ബഹിർഗമിക്കുന്ന നഗരങ്ങളിലെ വേസ്റ്റ് വെള്ളം പൂർണ്ണമായും സംസ്കരിച്ച് അത് കാർഷികാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക, അതായത് ജലത്തിൻ്റെ ഉപയുക്തത പൂർണ്ണമായും നടപ്പാക്കുക എന്ന ഒരു പദ്ധതി, അത് തീർത്തും ആധുനികമായ ഹരിത പ്രോട്ടോക്കോൾ പ്രകാരമുള്ള ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ ഗ്രീൻ പ്രോട്ടോക്കോൾ പ്രകാരമുള്ള കാർബൺ ട്രേഡിംഗ് പദ്ധതികൾക്കെല്ലാം തന്നെ പ്രത്യേക ഇൻസെൻറ്റീവ്സുകളെല്ലാം തന്നെ കൃത്യമായി ഉറപ്പാക്കിയിരിക്കുന്നു എന്നതാണ് വേറൊരു പ്രധാനമായ ഘടകം എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ സോളാർ പ്ലാന്റുകൾ, പുരപ്പുറ സോളാർ പ്ലാന്റുകളുടെ സംവിധാനം, PM സൂര്യഘർ പദ്ധതി, അതെ, PM സൂര്യഘർ പദ്ധതി 300 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി, അതായത് പുരപ്പുറത്തുള്ള സോളാർ സംവിധാനം വഴി 300 യൂണിറ്റോളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും അതായത് വീടുകളിൽ തന്നെ പ്രയോജനപ്പെടുത്താനുള്ളൊരു സംവിധാനം, അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്നും സ്വാഭാവികമായും അതിൻ്റെ സാങ്കേതികവിദ്യ പ്രകാരം നിർമ്മാണ ഏജൻസികൾക്ക് നൽകിയതിന് ശേഷം തിരിച്ച് 2-വേ ബില്ലിംഗ് സംവിധാനം വഴി അത് തിരിച്ച് ലഭ്യമാക്കുന്നതോടുകൂടി 300 യൂണിറ്റ് വൈദ്യുതി ഒരു വീട്ടിൽ ലഭ്യമാകുന്നതോടുകൂടി ആ 300 യൂണിറ്റ് വൈദ്യുതി പൂർണ്ണമായും സൗജന്യമായി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും എനർജി എഫിഷ്യൻസി വർദ്ധിക്കുകയും അതുപോലെ തന്നെ അത്ര തന്നെ എനർജി, അത്ര തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി പരിസ്ഥിതി അനുകൂലമല്ലാത്ത മാർഗ്ഗങ്ങൾ, അത് താപവൈദ്യുതി ആകാം അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി ആകാം, അത്തരത്തിൽ ഏത് രീതിയിലുള്ള വൈദ്യുതി ഉൽപ്പാദന മാർഗ്ഗങ്ങളായാലും ആ മാർഗ്ഗങ്ങളിൽ നിന്നെല്ലാം തന്നെ ഇത്രയും വൈദ്യുതിയുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിനും അതുവഴി പരിസ്ഥിതി ദൂഷണം ഒഴിവാക്കുന്നതിനും സാധ്യമാകുന്ന ഒരു സംഭവം തന്നെയാണ്. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ, അതുപോലെ സ്മോൾ റിയാക്ടേഴ്സ്, ഭാരത് സ്മോൾ റിയാക്ടേഴ്സ് ആൻഡ് മോഡുലാർ റിയാക്ടേഴ്സ് എന്നിവയുടെ ഗവേഷണത്തിനായി അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കുമെന്നാണ് അറിയിക്കുന്നത്. അതായത് എനർജി എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക, ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുക, പാരമ്പര്യേതര ഊർജ്ജത്തും അതുപോലെ തന്നെ പരമ്പരാഗതമായി നമ്മൾ അനുവർത്തിച്ചു വരുന്ന ഊർജ്ജോൽപാദന രംഗങ്ങളുമെല്ലാം തന്നെ കാര്യക്ഷമമായി പരിഷ്കരിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ട്. അതുപോലെ തന്നെ ഈ കാർബൺ നിയന്ത്രണത്തിന് പ്രത്യേക പദ്ധതി വ്യവസായങ്ങൾക്കിടയിൽ നടപ്പാക്കുക എന്നതാണ് കൃത്യമായ ഒരു ലക്ഷ്യം. അതുപോലെ ചെമ്പ്, പിച്ചള വ്യവസായ രംഗങ്ങൾ ഉണ്ടാക്കുന്ന പരിസ്ഥിതി ദൂഷണത്തെ കൃത്യമായി അഭിസംബോധന ചെയ്യുന്നതിനുള്ള പ്രത്യേക പദ്ധതികൾ ഉണ്ടാക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാന ഘടകമായി കാണുന്നത്. മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാരിൻ്റെ തുടക്കം മുതൽ തന്നെ 2014 മുതൽ തന്നെ നമ്മൾ കാണുന്ന പശ്ചാത്തല സൗകര്യ വികസനത്തിന് 111 ലക്ഷം കോടിയുടെ നിക്ഷേപം ഉണ്ടാകും. അതായത് പശ്ചാത്തല സൗകര്യ രംഗത്ത് വൻ കുതിച്ചുചാട്ടം തന്നെ ഇനിയും ഉണ്ടാകും. ദേശീയ പാതകളുടെ നിർമ്മാണം ഉണ്ടാകും, അതുപോലെ അന്തർ സംസ്ഥാന പാതകളുടെ നിർമ്മാണം ഉണ്ടാകും, റെയിൽവേ ലൈനുകളുടെ നിർമ്മാണം, അത്തരത്തിലുള്ള വികസനത്തിൻ്റെ വലിയൊരു മുന്നേറ്റത്തിനുള്ള കൃത്യമായൊരു ഫണ്ടിംഗ് തന്നെയാണ്. അതെ, അടിസ്ഥാന സൗകര്യങ്ങൾക്കായി അത് 11 ലക്ഷം കോടിയിലധികം മൂലധന ചെലവ്, GDP-യുടെ 3.4%, പക്ഷേ വളരെ അത്യന്താപേക്ഷിതവും. തീർച്ചയായും അത് GDP-യുടെ 3.4% എന്ന് പറയുമ്പോൾ വൻ നേട്ടം തന്നെ ഈ രാജ്യത്ത് ഉണ്ടാക്കാനുള്ളൊരു സാധ്യത, അതായത് ജനറേറ്റ് ചെയ്യുന്ന ഒരു നിക്ഷേപം, അതായത് ഇത്തരത്തിലുള്ള റോഡുകളും അതുപോലെ തന്നെ പൊതുഗതാഗത സംവിധാനങ്ങളും അത്തരത്തിൽ റെയിൽ സംവിധാനങ്ങളും എല്ലാം തന്നെ വൻതോതിൽ വളരുമ്പോൾ അതുകൊണ്ടുണ്ടാക്കുന്ന ആ ഒരു നേട്ടമുണ്ട്. ചരക്കുകളുടെ ഗതാഗതത്തിനും അതുപോലെ തന്നെ മറ്റു അനുബന്ധ ഗതാഗതങ്ങൾക്കും ഉണ്ടാക്കുന്ന നേട്ടം, ആ നേട്ടത്തിൻ്റെ ഒരു സാമ്പത്തിക നേട്ടം വഴി ലഭ്യമാക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ നിർമ്മാണ രംഗത്തുണ്ടാകുന്ന വലിയ തോതിലുള്ള നിക്ഷേപം നടക്കുമ്പോൾ 111 ലക്ഷം കോടി നിക്ഷേപം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വൻ തൊഴിലവസരങ്ങൾ കൃത്യമായി ഉണ്ടാകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വസ്തുത എടുത്തു പറയേണ്ടത്, തൊഴിലവസരങ്ങൾ ലഭ്യത കുറയുന്നത് ഒഴിവാക്കുന്നതിന് ആധുനിക തൊഴിൽ പരിശീലനം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ കൃത്യമായ ഒരു ആസൂത്രണത്തോടെ നടപ്പാക്കാനുള്ള ഒരു പദ്ധതി ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നതാണ്. അതായത് തൊഴിലവസരങ്ങൾ ഉയർത്തുക, അതിനെ സ്കില്ല് ഉയർത്തുക, ഈ തൊഴിൽ ശേഷി വർദ്ധിപ്പിക്കുക എന്ന കൃത്യമായ പദ്ധതി നടപ്പാക്കുന്നു. അത് ആധുനികവൽക്കരണം, തൊഴിൽ രംഗത്തെ ആധുനികവൽക്കരണത്തിൻ്റെ ഒരു പുതിയ ഇംഗ്ലണ്ടിലൊക്കെ നടപ്പായിരുന്ന ഇൻഡസ്ട്രിയലൈസേഷനോടനുബന്ധിച്ച് നടന്ന തൊഴിൽ ലഭ്യത, തൊഴിൽ നൈപുണ്യവൽക്കരണത്തിൻ്റെ മറ്റൊരു മുഖമാണ് ഇനി ആധുനികമായി ഭാരതം തന്നെ ലോകത്തിന് മുന്നിൽ മാതൃകയായി വയ്ക്കാൻ സാധിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം ഉയർത്തുന്നതിനും അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റിനും അനുബന്ധമായ സംവിധാനങ്ങൾക്കുമെല്ലാം തന്നെ കൃത്യമായി പണം അലോക്കേറ്റ് ചെയ്യുന്ന ഒരു വികസനോന്മുഖ ബജറ്റ്, അതുപോലെ തന്നെ ഒരു പശ്ചാത്തല വികസനത്തിനും അതിന് സങ്കീർണമായ വികസന സംവിധാനങ്ങൾ ഏറ്റെടുക്കുന്നതിനുമുള്ള ഒരു ബജറ്റായി തന്നെ ഇതിനെ കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്.